ഇന്ന് നമ്മുടെ ചീരയാണ് താരം, അതായത് നാട്ടുചീര. നമ്മുടെ ഗാർഡനിലുള്ള നാടൻ ചീരയൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പം ഇന്ന് എനിക്ക് നമ്മുടെ അടുത്തുള്ളൊരു ചേച്ചി കുറച്ച് ചീര കൊണ്ടുവന്ന് തന്നേ. അപ്പം അവരുടെ ഗാർഡനിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചീരയാണ്, പക്ഷെ നല്ല ഉഷാറുള്ള നല്ല ചീര. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നത് തോരൻ വെക്കാമെന്ന്. ഈ നാടൻ ചീര ഉണ്ടല്ലോ, വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ ഞാൻ അധികം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പരിപ്പിൻ്റെ കൂടെയൊക്കെ ഇട്ട് വയ്ക്കും. പിന്നെ ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ചീര തോരൻ വെക്കും. അതുകൂടാതെ ചീര പച്ചടി നല്ല ടേസ്റ്റാണ് കേട്ടോ, ചീര പച്ചടി. കാരണം നമുക്ക് ചീരയാണ് കഴിക്കുന്നതെന്ന് പോലും അറിയില്ല. പണ്ടൊക്കെ എനിക്ക് ചീരയോട് വല്ലാത്തൊരു വെറുപ്പായിരുന്നു. കാരണം വീട്ടിൽ അച്ഛനൊക്കെ ഒത്തിരി നടുവായിരുന്നു. ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഞാൻ പറയോ ഇതെന്തോ ഒരു ചൊവ്വ വേണ്ടാന്ന്. പക്ഷെ ഇപ്പോഴും നമ്മൾ തന്നെ നട്ട് ഇതാക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അറിയുന്നത്. പിന്നെ ഈ എന്താ പറയുക, നമ്മളിപ്പോൾ ഒന്ന് ഉണ്ടാക്കിയിട്ട് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഒത്തിരി ചീരയുണ്ട്. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ 2 ദിവസമായിട്ട് എടുക്കാമെന്ന്. അങ്ങനെ കുറച്ച് ഇന്ന് തോരൻ വെക്കാം, പിന്നെ നാളെ കുറച്ച് തോരനും വേണമെങ്കിൽ പരിപ്പിൻ്റെ കൂടെയൊക്കെ ഇട്ടിട്ട് വെക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഒരു സൈഡിലോട്ട് കുറച്ച് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നാളത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ ചീര എന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് ചീര. അപ്പം നാട്ടിൽ ഞങ്ങൾ പോകുന്നതിന് മുമ്പേ ചീരയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകുന്ന സമയത്തെ ചീര എടുക്കും അച്ഛൻ. കാരണം ചീര എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരെങ്കിലും ചീര തരുമ്പോൾ ഞാൻ വേണ്ടാന്ന് പറയാറില്ല. കാരണം ഇവിടെ ഇഷ്ടമില്ല ആളുണ്ടല്ലോ, എനിക്കിഷ്ടമല്ല എന്ന് കരുതി ഇഷ്ടമില്ല ആൾക്കാർക്ക് നമ്മൾ വെച്ച് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ആ ചേച്ചിക്ക് ഇപ്പോൾ ഒരാൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് തരണമെന്നൊന്നുമില്ല, പക്ഷെ എന്നാൽ ആ തരുമ്പോഴുള്ളൊരു സ്നേഹം ഉണ്ടല്ലോ, അതാണ് ഈ പുറത്ത് നിന്നാലൊക്കെ നമുക്ക് കിട്ടുന്നൊരു സ്നേഹം എന്ന് പറയുന്നത്. പുറത്തൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ കൊടുക്കൽ വാങ്ങലിൻ്റെയൊക്കെ ഒരു ബന്ധം, ആത്മബന്ധം മനസ്സിലാക്കുന്നത്. നാട്ടിൻ പുറത്തൊക്കെ എന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോയെന്നറിയില്ല, എങ്കിലും പല സ്ഥലങ്ങളിലും കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടാവും. വളരെ കുറവാണ് ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും അവനവൻ്റെ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ഒതുങ്ങിപ്പോകുന്ന ഒരു കാലമല്ലേ. പണ്ടത്തെ സിനിമകളും നാട്ടിൻപുറമൊക്കെ സിനിമകളിലൊക്കെ അല്ലേ നമ്മുടെ നാട്ടിൻപുറത്തിൻ്റെ ഒരു ഗ്രാമീണ ചിത്രം കാണുന്നത്. അപ്പം അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഏത് മനുഷ്യരാണ് ആഗ്രഹിക്കാത്തത്? തേങ്ങ പൊട്ടിക്കുമ്പോൾ തന്നെ പേടിയാണ്, കാരണം ഉള്ളിൽ മോശമാവോ നല്ലതാണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ 2 പൊട്ടിച്ചപ്പോഴത് മോശമായിരുന്നു. അങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം ഒരു ടേസ്റ്റും ഇല്ല, എന്നാലും ഞാൻ കുടിച്ച്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന രീതി എന്ന് വെച്ചാൽ കുറച്ച് തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ്. വളരെ കുറച്ച് തേങ്ങ എടുത്ത് ചിരകി അതിൽ ഒരു പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയും കൂടെ ചതച്ചു. പച്ചമുളക് ചതച്ചില്ല, വെളുത്തുള്ളി അങ്ങ് ചതച്ചിട്ട് കുറച്ച് നാടൻ വെളിച്ചെണ്ണയും കൂടെ തൂകിയാൽ എൻ്റെ ചീരത്തോരൻ റെഡിയാണ്. പലരും പല വ്യത്യസ്ത രീതിയിലാണല്ലോ ചീരത്തോരൻ ഉണ്ടാക്കുന്നത്. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ രീതി എന്ന് പറയുന്നത്.